എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് മാസം മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ജയിക്കാനായിട്ട് നിങ്ങൾക്ക് 5ഓ 10ഓ മാർക്ക് ലഭിച്ചാൽ മതിയോ? അതായത് 5ഓ 10ഓ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സാകുമോ? അതുപോലെ തന്നെ A+ അല്ലെങ്കിൽ A ഗ്രേഡ് ലഭിക്കാനായിട്ട് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട, അതായത് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം ജയിക്കാനായിട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ CE മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ ജയിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് വരുന്നത് ഈ ഒരു 40 മാർക്കാണ്. എഴുത്ത് പരീക്ഷയിൽ 40 മാർക്ക് വരും. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് 10 മാർക്കാണ് CE മാർക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 80 മാർക്കുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് 20 മാർക്ക് CE മാർക്ക് കൂടി ടോട്ടൽ 100 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ ആകെ മാർക്ക് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 40 മാർക്കിൻ്റെ ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് 5 മാർക്കും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ, അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 10 മാർക്ക് കിട്ടിയാലും നിങ്ങൾ പാസ്സാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള, അതായത് ഈ ഒരു SSLC കഴിഞ്ഞ ശേഷം +1 പ്രവേശനം നേടുന്നതിനായിട്ട് ഓരോ പേപ്പറിനും തുടർ മൂല്യനിർണ്ണയം, അതായത് CE, നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻ്റ് ഒക്കെ നൽകുന്ന സമയത്ത് ലഭിക്കുന്ന മാർക്കാണ് CE മാർക്ക്. ഓൾറെഡി സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 10 മാർക്കും 20 മാർക്കും ഒക്കെ നൽകാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് പഠിക്കാതെ കുറച്ച് വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാർക്ക് ഒക്കെ കുറക്കാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ എല്ലാ ടീച്ചേഴ്സും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് തന്നെയാണ് നൽകാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്കോറും അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിക്കുന്നത്, അതായത് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്, ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്കും അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയുടെ സ്കോറും ചേർത്ത്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാക്ടിക്കൽ സബ്ജക്റ്റ്, അതായത് IT പോലുള്ള സബ്ജക്റ്റിന് ആ ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും, ഇതുകൂടി ചേർത്ത് കണക്കാക്കുമ്പോൾ D+ ഗ്രേഡ്, അതായത് 30 മുതൽ 39% വരെയുള്ള മാർക്കാണ് D+ ഗ്രേഡ് വരിക. അതായത് 100 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് CE ഉൾപ്പെടെയുള്ള മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾ 30 മാർക്കോ അല്ലെങ്കിൽ 39 മാർക്കോ വാങ്ങിക്കണം. അതായത് 30 മുതൽ 39 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടും, നിങ്ങൾ പാസ്സാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ല. അത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ എത്ര ശതമാനം മാർക്ക് മുതൽ എത്ര വരെ ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്ക് ഉള്ളത്, ആ ഒരു കാര്യം അനുസരിച്ചുകൊണ്ട് അതിനെ A+ അല്ലെങ്കിൽ A, B+, B, C+C, D+D, ഈ ഒരു രീതിയിലേക്ക് ഗ്രേഡിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30 മുതൽ 39% മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിലും അതുപോലെ CE ഉൾപ്പെടെയുള്ള ആ ഒരു മാർക്കും കൂടി കൂട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷ പാസ്സാകുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. സാധാരണഗതിയിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിന് ഈ ഒരു 20 മാർക്ക് CE ഉൾപ്പെടെ 100 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കായിട്ട് വരിക. നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ 20 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ടെങ്കിൽ 30 മാർക്ക് ലഭിച്ചു, അതായത് നിങ്ങൾക്ക് D+ ഗ്രേഡ് ലഭിച്ചു, നിങ്ങൾ പാസ്സായിട്ടുണ്ട് എന്നുള്ളത് പറയാം. അതേസമയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 20 മാർക്ക് CE കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ 29 മാർക്കേ ആവുന്നുള്ളൂ, ബാക്കി 1 മാർക്ക് നിങ്ങൾക്ക് കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു SSLC പരീക്ഷയിൽ തോൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജയിക്കാനായിട്ടുള്ള ജസ്റ്റ് ഒരു 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു മാക്സിമം നിങ്ങൾ ഒരു 60 അല്ലെങ്കിൽ ഒരു 50 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ നിങ്ങളെ പിന്നീട് ആരും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ, അതായത് നിങ്ങൾക്കൊരു മിനിമം എങ്കിലും നിങ്ങൾ ഒരു 50ഓ അല്ലെങ്കിൽ 60ഓ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനാണോ അത്രയും മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്കാണ് CE മാർക്കായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ടോട്ടൽ 50 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്നത് എങ്കിൽ 10 മാർക്ക് CEയും കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു. അതായത് 50 മാർക്കിൻ്റെ 30% എന്ന് പറയുന്നത്
15 മാർക്കാണ്. 15 അല്ലെങ്കിൽ 20, അതായത് 15 മുതൽ 20 മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ D+ ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജസ്റ്റ് ചെറിയൊരു മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പാസ്സാകും എന്ന് കരുതി അത്രമാത്രം എഴുതാതെ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മിനിമം നിങ്ങളൊരു 30 അല്ലെങ്കിൽ 35 മാർക്ക് ലഭിക്കുന്ന എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് 10 മാർക്ക് CE കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡോ അല്ലെങ്കിൽ B+ അല്ലെങ്കിൽ A+ ഗ്രേഡിലേക്കോ മാറ്റപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മിനിമം മാർക്കായിട്ടുള്ള ഈ ഒരു ജയിക്കാനായിട്ട് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ട 5 അല്ലെങ്കിൽ 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മികച്ച സ്കോർ, അതായത് ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു 30 അല്ലെങ്കിൽ 35 മാർക്കോ അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 മുകളിലോ അല്ലെങ്കിൽ 50 മുകളിലോ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ അത് ഗ്രേഡിനെ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ്റെ തലേന്ന് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട്, അതായത് ആ ഒരു തലേ ദിവസം മാത്രം പഠിക്കുന്നത്, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ ആയിരിക്കും പുസ്തകം വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ ഈ ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ ഒരു ക്ലിയർ ചെയ്ത്, അതായത് മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാത്സിൻ്റെ ചില ഇക്വേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് A+ ഗ്രേഡ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നോക്കാം. അതായത് 90 മുതൽ 100% വരെ, അതായത് 100 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 90 മാർക്ക് മുതൽ 100 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് A+ ഗ്രേഡ് ലഭിക്കുക. A ഗ്രേഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 മുതൽ 89% വരെയാണ് മാർക്ക് വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ B+ ഗ്രേഡ് ആണെങ്കിൽ 70 മുതൽ 79% വരെ മാർക്കും, അതുപോലെ തന്നെ B ഗ്രേഡ് ലഭിക്കണമെങ്കിൽ 60 മുതൽ 69 മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങിക്കണം. അതുപോലെ തന്നെ C+ ആണെങ്കിൽ 50 മുതൽ 59% വരെയും, C ഗ്രേഡ് ആണെങ്കിൽ 40 മുതൽ 49% വരെയും, D+ ആണെങ്കിൽ 30 മുതൽ 39% വരെയുമാണ് വായിക്കേണ്ടത്. അതിനു താഴെ വരുന്ന 20% മുതൽ 29 വരെ ലഭിച്ചു കഴിഞ്ഞാൽ D ഗ്രേഡും, 20% താഴെ ലഭിച്ചു കഴിഞ്ഞാൽ E ഗ്രേഡുമാണ് ലഭിക്കുക. D+ ഗ്രേഡെങ്കിലും മിനിമം വായിക്കാതെ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ പരാജയപ്പെടുന്നതായിരിക്കും. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ടുള്ള മാർഗ്ഗമുണ്ട്. അതായത് SSLC സേഫ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് +1 പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ആദ്യഘട്ട പരീക്ഷയിൽ തന്നെ നിങ്ങളുടെ മികച്ച സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സേഫ് പരീക്ഷയുടെ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് +1 അപേക്ഷ നൽകാവുന്ന ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏകദേശം, അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ, മെയിനായിട്ട് നടക്കുന്ന ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുകയും അതിനുശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു പരീക്ഷയിൽ മികച്ച സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള, അതായത് ഏകദേശം ഒരു സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് കരുതി കാത്തിരിക്കാതെ ഈ ഒരു SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം +1 പ്രവേശന സമയത്ത് നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് SSLC പരീക്ഷയിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് +1ൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ, അതായത് ആദ്യമേ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും കോഴ്സുകളും അതിലുണ്ടാകുന്ന സീറ്റുകളും നികത്തപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കോഴ്സ് കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച സ്കോർ വാങ്ങിയിട്ട് നിങ്ങളുടെ SSLC പരീക്ഷയിൽ നല്ല വിജയം നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സ്കൂളുകൾ ഈ ഒരു +1 ലഭിക്കുന്നതാണ്. അതായത് +1 അഡ്മിഷൻ ആ ഒരു സ്കൂളുകളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ ഈ ഒരു SSLC പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.